ചിലർ വിചാരം നമ്മൾ വെറുതെ ഒരു നേരം പോക്കിനാണ് ഈ ഫോട്ടോഗ്രാഫി ചെയ്യണേന്നാണ്. അപ്പം നമ്മൾ ചെയ്യുന്ന കൂലി പോലും വാങ്ങുമ്പോൾ ഒരു നമ്മ ഫോട്ടോഗ്രാഫിയിൽ ഇപ്പോൾ ഒരു പോലീസുകാരോ ഒരു നാട്ടുകാരോ അല്ല എൻ്റെ കൂലി തീരുമാനിക്കുന്നത്. ഞാൻ ചെയ്യുന്ന എനിക്കൊരു സംഘടന ഉണ്ട്, AKP സംഘടന. ആ സംഘടന തീരുമാനിക്കുന്ന കൂലിയാണ് നമ്മൾ വാങ്ങുന്നത്. അല്ലാതെ ഈ നമ്മൾ ഒരു ചീഞ്ഞ ബോഡി എടുക്കുമ്പോൾ അറിയാം അവിടെ ചെന്ന് നിൽക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു അവസ്ഥ, മാനസികാവസ്ഥ. ചീഞ്ഞതും പുഴുത്തതും പുഴുനാറിയതുമായ ഈ ബോഡി എടുക്കുമ്പോൾ ഒരുപാട് ആംഗിളിൽ നിന്ന് എടുക്കേണ്ട അവസ്ഥ വരുമ്പോൾ നമ്മൾ ആ ബോഡിയുടെ അടുത്ത് പോയിക്കുമ്പോൾ പുഴുക്കൾ അരിച്ചത് ആ ശരീരത്തിൽ നിന്ന് നമ്മുടെ ശരീരത്തിലോട്ട് കയറുന്ന അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട്. അത് നിന്ന് എടുക്കുമ്പോൾ അവിടെ അറപ്പോ വെറുപ്പോ ഒന്നും നമ്മൾ കാണിച്ചിട്ടല്ല ആ ഫോട്ടോ എടുത്ത് കറക്റ്റ് ചെയ്ത് അതെല്ലാം പൂർണ്ണതയിൽ എത്തിച്ച് ഇവരെ കയ്യിൽ കൊണ്ടു കൊടുക്കുമ്പോൾ ലാസ്റ്റ് ചില സാറുമാരിൽ നിന്ന് എനിക്ക് ഒരു അവഗണന കിട്ടിയ അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. എന്നെ മാനസികമായിട്ട് വേദനിപ്പിച്ചിട്ടുമുണ്ട്. പക്ഷെ ചിലരൊക്കെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ്, അവർ കൃത്യമായി ഗൈഡ് ചെയ്യും, ഇന്ന ആംഗിളിൽ നിന്ന് എടുക്കണം. പക്ഷെ എങ്കിലും ചേച്ചി കുറച്ചു കാലം കഴിയുമ്പോൾ ചേച്ചിയുടെ ഒരു എക്സ്പീരിയൻസ് വന്നു. ഈ പുതിയ പോലീസുകാരോ പഴയ പോലീസുകാരോ ആരാണെങ്കിലും ഒരു എക്സ്പീരിയൻസ് കൊണ്ട് നമ്മൾ ചില കാര്യങ്ങളൊക്കെ ഒപ്പിയെടുക്കും. ഇത് ചിലപ്പോഴൊക്കെ കോടതിയിലൊക്കെ തെളിവായി വന്നിട്ടുണ്ട്. ഈ അടുത്ത ദിവസം 2-3 കേസ് എനിക്ക് അങ്ങനെ കിട്ടിയിട്ടുണ്ട്. അത് ഈ അടുത്ത ദിവസം ഒരു അമ്മച്ചിനെ ഇൻക്വസ്റ്റ് നടത്തിക്കൊണ്ടിരിക്കുന്ന നേരത്ത് ഭാഗങ്ങളിലൊക്കെ ചെവിയുടെ ഇവിടെയൊക്കെ ഇങ്ങനെ മുഖത്തൊക്കെ കൈൻ്റെ വിരലുകൾ പോറലും പാടലും ഇതിവിടെയൊക്കെ ഇങ്ങനെ ഇൻക്വസ്റ്റ് ഹാങ് ചെയ്താൽ വരുന്ന പാടുകളൊക്കെ ഇവിടെ കാണുന്നത്. സാധാ ഒരു ബോഡിയാണത് എന്നും പറഞ്ഞാണ് കൊണ്ടുവന്നത്. കുഴഞ്ഞു വീണ് മരിച്ച ബോഡി എന്നും പറഞ്ഞാണ് ഇൻക്വസ്റ്റിന് കൊണ്ടുവന്നിരിക്കുന്നത്. പക്ഷെ അപ്പോഴും ഞാൻ എടുക്കുന്ന നേരത്തെ ഞാൻ പറയുന്നുണ്ട്, സാറേ ഇത് എന്തോ ഒരു വേറെ ഒരു അവസ്ഥയിലാണ് ഈ ബോഡി വന്നിരിക്കുന്നത്, അതിൻ്റെ പേരിൽ നമുക്കിത് മെഡിക്കൽ കോളേജിൽ അയക്കേണ്ടി വരും എന്നാണ് തോന്നുന്നത്. എന്ന് വെച്ചാൽ ഇതൊരു സാധാ ഒരു മരണമായിട്ട് തോന്നുന്നില്ല. എന്ന് വെച്ചാൽ മോറൊക്കെ ഇങ്ങനെ പൊത്തി പിടിച്ചതിൻ്റെ അടയാളമൊക്കെ ഈ ഫേസിലുണ്ട്. ഈ ഇവിടെയൊക്കെ ഇങ്ങനെ അമ്മയ്ക്ക് പിടിച്ച് ഇങ്ങനെ പ്രസ് ചെയ്തതിൻ്റെ കൈയിൻ്റെ അടയാളങ്ങൾ ഇവിടെയുണ്ട്. എല്ലാവരും നമുക്ക് ശാരീരികമായിട്ട് തോന്നുന്നത് സംശയാസ്പദമായിട്ടുള്ളൊരു ബോഡിയാണെന്ന് അവിടെ നിൽക്കുന്ന പരസ്പരം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ട്. അത് ഇൻക്വസ്റ്റിന് അയച്ച് ഒരു 12-1 മണി ആയപ്പോഴാണ് മറുപടി പറഞ്ഞത് കൊലപാതകമായിരുന്നു എന്നുള്ളത്. അങ്ങനെ 2-3 കേസുകൾ അങ്ങനെ നമ്മളെ മനസ്സിൽ തോന്നുന്ന രീതിയിലായ ഒരു അപകടമായിരുന്നു എന്നുള്ളത്. ചില കാര്യങ്ങളൊക്കെ നമ്മൾ കോടതിയിൽ പോയി പ്രസന്റ് ചെയ്യേണ്ടി വരും, നമ്മൾ സാക്ഷി പറയേണ്ടി വരും. ഈ സാക്ഷി പറയുന്ന സമയത്ത് നമുക്ക് ആദ്യമൊക്കെ ഒരു ആശങ്ക ഉണ്ടാവും. ഫസ്റ്റിലൊക്കെ കോടതിയിലൊക്കെ കയറിയിട്ടത് സാക്ഷിയൊക്കെ പറയാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. പിന്നെ അത് നമ്മുടെ ജോലിയായിട്ട് മാറുമ്പോൾ അത് നമുക്ക് കൃത്യമായി പ്രസന്റ് ചെയ്യാൻ ഇന്ന ഫോട്ടോ ഇത് ഞാൻ എടുത്തതാണ്, ഇല്ലെങ്കിൽ അവരെന്തെങ്കിലും എക്സ്ട്രാ ചോദ്യമൊക്കെ ചോദിക്കുമ്പോൾ അത് ഫേസ് ചെയ്തിട്ടില്ലേ? അത് ഓർക്കുന്നുണ്ടോ? ഇതിൽ എക്സ്ട്രാ ചോദ്യങ്ങളില്ല. നമ്മൾ ഇൻക്വസ്റ്റ് ഫോട്ടോഗ്രാഫറിന് ഒരു സാക്ഷിയാണ് വേണ്ടത്. ആ സാക്ഷിനെ മാത്രമേ അവിടെ ചോദ്യം ചെയ്യുന്നുള്ളൂ. അവര് ഈ ഫോട്ടോ കാണിച്ചിട്ട് ഈ ക്രൈം നമ്പർ പറയും, ഈ ക്രൈം നമ്പർ വർഷവും പറയും. ഈ വർഷത്തിൽ ഈ ക്രൈം നമ്പറിലുള്ള ഫോട്ടോ എടുത്തത് നിങ്ങളാണോ ചോദിക്കുള്ളൂ. ഒറ്റ ചോദ്യമേ ചോദിക്കുള്ളൂ. ഇതിങ്ങനെ കാണിച്ചിട്ട് ചോദിക്കും, നിങ്ങൾ ഞാനെടുത്ത ഫോട്ടോ ഏത് കാട്ടി നിർത്തി കാണിച്ചു തന്നാലും ഞാൻ പറയും എൻ്റെ ഫോട്ടോ എനിക്ക് തിരിച്ചറിയാം, എപ്പെടുത്താലും എനിക്ക് തിരിച്ചറിയാം. അപ്പോൾ ഞാനെടുത്താണെങ്കിൽ ഇത് ഞാനെടുത്താണ് സാർ എന്ന് പറയാം. ഒരു വാക്കിലോ നമുക്കവിടെ സാക്ഷിയുടെ ആവശ്യമുള്ളൂ. ശരിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇറങ്ങി പോരാം. പക്ഷെ അതിനു വേണ്ടി നമ്മൾക്ക് പോകണം. ഇപ്പതേ ഇരിങ്ങാലക്കൂടെ പോകണം. എനിക്ക് അടുത്ത ആഴ്ച ഉണ്ട് ഒരു കോടതിയിൽ പോകണം. ഈ ഫോട്ടോഗ്രാഫിക്ക് ചേച്ചി പോകുന്നു എന്ന് പറയുമ്പോൾ ചേച്ചിയുടെ ജീവിതത്തിൽ തന്നെ അതൊരു സർവൈവലാണ്. അത് ഇരട്ടി പ്രശ്നമാണ് ചേച്ചിയുടെ കാര്യത്തിൽ. മകളെ നോക്കുക എന്ന് പറയുന്നത് നമ്മൾ ചെറിയ കാര്യമല്ല. പക്ഷേ ചേച്ചി ഫോട്ടോഗ്രാഫിക്ക് പോകുമ്പോൾ അവിടെ കാണുന്ന ചില സങ്കടങ്ങളുണ്ടാവും. ഇപ്പം പലതരത്തിലാണ്. ഈ മരണം എന്ന് പറയുന്നത് നമുക്ക് ആർക്കും മാറ്റി നിർത്താൻ പറ്റാത്ത, വെറുതെ ഒരു സ്വാഭാവിക മരണം പോലും നമുക്ക് മാറ്റി നിർത്താൻ പറ്റില്ല. അപ്പോഴാണ് ഒരു പക്ഷേ കുടുംബങ്ങൾ ആത്മഹത്യ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കാണുമ്പോൾ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കാണുമ്പോൾ ഇപ്പം ചേച്ചി അത്തരം കാര്യങ്ങളോടൊക്കെ എങ്ങനെയാണ് മനസ്സ് പ്രതികരിക്കുന്നത്? എങ്ങനെയാണ് അവിടെ പിടിച്ചു നിൽക്കുക? ഒരു വല്ലാത്ത മാനസികാവസ്ഥ ഇരിക്കും. പിന്നെ നമ്മൾ ഈ കേസ് എന്ന് പറയുന്നത് ഒരുപാട് കണ്ട് മനസ്സിനെ മരവിപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ ചില കേസുകൾ ഇപ്പോഴും 4 ബോഡികൾ ഒരു വീട്ടിൽ ഫാമിലി ഒരു 3-4 കേസും ഞാൻ അങ്ങനെ എടുത്തിട്ടുണ്ട്. 4 ബോഡികളെ 7 ദിവസം എത്തിയിട്ട് ചീഞ്ഞഴിഞ്ഞ് കൊച്ചിനെ ജനലിൽ കെട്ടിത്തൂക്കിയിട്ടിരിക്കുന്നു. ഒരു 4 പഠിക്കണ കൊച്ചിനെ, +2 പഠിക്കണ കൊച്ചിനെ ഒരു റൂമിൽ കെട്ടിത്തൂക്കിയിട്ട്, എന്ന് വെച്ചാൽ ചീഞ്ഞഴിഞ്ഞ് വയറുകളൊക്കെ ഇങ്ങനെ വീർത്ത് പൊട്ടാറായി നിൽക്കുന്നത്. അവരമ്മേനെ ഒരു റൂമിൽ ജനലോടുകൂടി കെട്ടിത്തൂക്കിയിട്ടിരിക്കുന്നു. അച്ഛൻ ഹാളിൽ തൂങ്ങി നിൽക്കുന്ന ഒരു വീട്ടിൽ 7 ദിവസത്തെ ഒരു ബോഡി ഇരിക്കുമ്പോൾ, ഒരു ഡെഡ് ബോഡിയുടെ ബോക്സ് പൊട്ടിക്കുമ്പോഴുണ്ടാവുന്ന
ഒരു വല്ലാത്ത മാനസികാവസ്ഥയാണ്. ആ വീടിൻ്റെ ഡോറ് തുറക്കുമ്പോൾ ഈ 4 ബോഡിയിൽ നിന്ന് വരുന്ന ദുർഗന്ധം, ഈ ദുർഗന്ധം നമ്മളവിടെ നിൽക്കുന്നവരിൽ നമുക്ക് വല്ലാത്തൊരു അസ്വസ്ഥതകൾ ഉണ്ടാക്കുമെങ്കിലും നമുക്കത് അറപ്പോ വെറുപ്പോ ആയിട്ട് ഞാനതിനെ കണ്ടിട്ടില്ല. എൻ്റെ ജോലി, എൻ്റെ ഉത്തരവാദിത്തം, അത് ഞാൻ ഉത്തരവാദിത്തോടു കൂടി ചെയ്യാനൊരു കർമ്മനിരതനാണ് അവിടെ. ആ ഒരു ബോധ്യം എന്നിലുണ്ട്. പിന്നെ എനിക്കിതിനോട് വല്ലാത്തൊരു അറ്റാച്ച്മെൻ്റ് ഉണ്ടെന്നും കൂടെ ഞാൻ പറയാം. എന്താണെന്ന് അറിയില്ല. ദൈവം, ഈശ്വരൻ എല്ലാവരിലും കൊടുക്കുന്നതല്ല, അത് ചിലവരിൽ കൊടുക്കുന്ന ഒരു നിയോഗം എന്നാ ഞാൻ പറയാം അതിനാ. അതുപോലെ ഈശ്വരൻ എന്നെ നിയോഗിച്ചിരിക്കണ പോലെ എനിക്ക് തോന്നുന്നു. ആ ഒരു കർമ്മം ചെയ്യാൻ എന്നെ നിയോഗിച്ചിരിക്കണ പോലെ. അതായത് സത്യസന്ധമായിട്ട് ഞാനത് ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ടെന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട്. പക്ഷേ ചേച്ചി, ഈ അനുഭവങ്ങളിൽ നമ്മളിന്നും ഹോണ്ട് ചെയ്യുന്ന സംഗതികൾ ഉണ്ടാവും. നമുക്ക് ചിലപ്പോഴൊന്നും മറക്കാൻ പറ്റില്ല. ചേച്ചി സ്ഥിരമായിട്ട് ഈ ജോലി ചെയ്യുന്നുണ്ടെങ്കിലും അതിനെ കവർ ചെയ്തായിരിക്കും ആ സങ്കടം വരുന്നത്. അങ്ങനെ ഇപ്പോഴും ഓർക്കുന്ന, ഇല്ലെങ്കിൽ നമ്മുടെ ഉറക്കം കെടുത്തുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ 4 ബോഡി തന്നെ ഒരുപാട് നാൾ വരെ എൻ്റെ മനസ്സിൽ വിഷമമുണ്ടാക്കിയിട്ടുണ്ട്. ആ കുഞ്ഞ് ജനലിൽ ഇങ്ങനെ തൂഞ്ഞാടി നിൽക്കുന്ന ഒരു കുഞ്ഞിൻ്റെ ഫേസ്, അതുപോലെ എൻ്റെ മോളെ പോലെ പ്രായമുള്ളൊരു +2 പഠിക്കുന്ന ഒരു കുഞ്ഞ്, അതിനെ കാലിലും കഴുത്തിലും കൂടെ കെട്ടിയിട്ട് വഞ്ചി കിടക്കണ പോലെ കുഞ്ഞ്, ആ ബോഡി വികൃതമായിട്ടിരിക്കുന്ന ഒരു കുഞ്ഞിനെ ജനം പറയുന്ന ഒരു അവസ്ഥയുണ്ട്. ആ കുഞ്ഞന്ന് പീരീഡ്സാണ്. ഈ പീരീഡ്സ് സമയത്ത് കുട്ടി ഗർഭിണിയാണെന്ന് പോലും ആ ചുറ്റുപാടുള്ള ആൾക്കാരുകൾ നിന്ന് പറഞ്ഞ വാക്കുകളുണ്ട്. അതൊക്കെ എന്നെ വല്ലാണ്ട് വേദനിപ്പിച്ച ഒരു നിമിഷം എന്ന് വെച്ചാൽ, സത്യം അറിയാതെ ജനം പറയുന്ന ക്രൂരമായ വാക്കുകൾ, അതെന്നെ കൂടെ നിൽക്കുന്നവർ ചതിക്കണ്. അതൊക്കെ എന്നെ വല്ലാണ്ട് ഈ ബോഡിനെയും കൂടുതൽ എന്നെ വേദനിപ്പിച്ചു എന്ന് പറയാം. എന്താണെന്ന് വെച്ചാൽ സത്യാവസ്ഥ ഞങ്ങൾക്കറിയാം, ഞങ്ങൾ ഇൻക്വസ്റ്റ് എടുത്തും അറിയാം അതിലെന്താണ് സംഭവിച്ചിരിക്കുന്നത്. പുറമെ നിന്ന് കേട്ടത് വേറൊരു സത്യം. അപ്പം അതൊക്കെ നമ്മളെ വല്ലാണ്ട് വേദനിപ്പിച്ചു. ചില കേസുകൾ എന്താണെന്ന് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി നമുക്കുണ്ടാവും. ഇതെന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക. അപ്പോൾ ചേച്ചി അതിൻ്റെ പിന്നാമ്പുറം പോലീസുകാരോട് ചോദിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുമോ, അത് അവിടെ വിട്ടിട്ട് വരുമോ? ഇല്ല, ചില കാര്യങ്ങൾ അപ്പം തന്നെ നമ്മൾ അറിയാറുണ്ട്. ചിലൊരു പത്രക്കാർ നമ്മളോട് തന്നെ ചോദിക്കും, ബിന്ദു ചേച്ചിക്ക് എന്ത് തോന്നുന്നു, ഇത്രയും ബോഡികൾ കാണുമ്പോൾ ബിന്ദു ചേച്ചിക്ക് എന്തെങ്കിലും ഒരു വ്യത്യാസം തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ച് ഈ 4 ബോഡിയിലൊരു സംഭവം ഉണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ, ഈ അച്ഛനും ഈ 2 മക്കളും മരിച്ച് 24 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് അമ്മ മരണം പൂർണ്ണമായിട്ടും സംഭവിച്ചിരിക്കുന്നത്. അപ്പം അച്ഛൻ്റെയും മക്കളുടെയും ശരീരത്തിൽ പുഴുക്കൾ ഒരുപാട് അരിച്ച് കയറിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അമ്മയുടെ കയ്യിൽ നിന്ന് തുടങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു മരണം ഒരുപോലെ സംഭവിച്ചിരുന്നെങ്കിൽ ഒരേപോലെ ആ മരണത്തിൽ അതേപോലെ പുഴുക്കൾ ആ ശരീരത്തിലും ഉത്ഭവിക്കേണ്ടതായിരുന്നു. അപ്പം ഞാൻ എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, അത് ഒന്നില്ലാന്നുണ്ടെങ്കിൽ അമ്മ വൈകിയ മരണപ്പെട്ടിട്ടുള്ളത്. അമ്മനെ തൂക്കിയിട്ടുണ്ടാവും, പക്ഷെ ആത്മാവ് ശരീരത്തിൽ നിന്ന് ജീവൻ പോവാൻ വൈകിട്ടുണ്ടാവും. അപ്പോഴാണ് അതിൻ്റെ ഫലമായിട്ട് അറിയുന്നത് ശരിയായിരുന്നു, 24 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഇവർ മരണപ്പെട്ടിരിക്കുന്നത്. ഇവരിത് ചെയ്തിട്ട് 24 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഇവരുടെ ശരീരത്തിൽ നിന്ന് ആത്മാവ് കൂടുതലായിട്ട് ജീവൻ പൂർണ്ണമായിട്ടും പോയിട്ടുള്ളത്. പക്ഷെ ഈ അച്ഛനും ഈ മക്കളും വിഷം ഉള്ളിൽ ചെന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഇവർ വേഗം മരണപ്പെടുകയും ഇവരുടെ ശരീരത്തിൽ പ്രാണികൾ മുട്ടയിട്ട് പുഴുക്കൾ ഉണ്ടാവാൻ വന്നത്. ചേച്ചി, ഇൻക്വസ്റ്റ് ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നത് ഒരു ശാസ്ത്രീയമായി കൂടെ നമ്മൾ സമീപിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതിലേക്ക് ഇങ്ങനെ ഒരു സാധാരണക്കാർക്ക് കടന്നെത്താൻ കഴിയുമോ എന്നുള്ളത് നമുക്ക് തന്നെ അറിഞ്ഞൂടാം. അപ്പോൾ ചേച്ചിയൊക്കെ ഫോട്ടോ എടുക്കുന്ന സമയത്ത് ചേച്ചിയെക്കുറിച്ചൊക്കെ മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇതിനകത്ത് ഒരു സാധാരണ ഫോട്ടോഗ്രാഫർക്ക് അങ്ങനെ മാറാൻ കഴിയും. ഈ സാധാരണ ഫോട്ടോഗ്രാഫറായിരുന്ന ചേച്ചി ഇൻക്വസ്റ്റ് ഫോട്ടോഗ്രാഫറായി മാറിക്കഴിഞ്ഞപ്പോൾ വേറൊരു സംഭവമാണല്ലോ ഇത്. കുറേ കഴിയുമ്പോൾ നമ്മൾ തന്നെ അതിലേക്ക് മാറിയിട്ടുണ്ടാവും. ഈ 2 ഫോട്ടോഗ്രാഫേഴ്സിനെ ചേച്ചി ഇങ്ങനെ നോക്കിയിട്ടുണ്ടോ? ഇത് എന്ത് വ്യത്യാസമാണെന്നൊക്കെ. സൗന്ദര്യം ഇല്ലാത്തതും സൗന്ദര്യമുള്ളതുമാണ് ഞാൻ എടുക്കുന്നത്. ഞാൻ സൗന്ദര്യം ഇല്ലാത്ത ഫോട്ടോഗ്രാഫിയാണ് കൂടുതൽ ചെയ്യുന്നത്. മരിച്ചു കിടക്കുന്നവന് സൗന്ദര്യം കുറവാണ്. പക്ഷെ എൻ്റെ മനസ്സിൽ സുന്ദരമായ ഫോട്ടോ എടുക്കുന്നത് ഞാൻ അവരതാണ്. എന്താണെന്ന് വെച്ചാൽ, സത്യം പറഞ്ഞാൽ ആ ശരീരത്തിൽ നിന്ന് കള്ളത്തരങ്ങളും കപട്യങ്ങളും എല്ലാം നഷ്ടപ്പെട്ടിട്ട് ശുദ്ധമായിട്ടുള്ളൊരു ബോഡിയാണ് ആ കിടക്കുന്നത്. ഒരു കല്യാണം എന്ന് പറയുന്നത് മേക്കപ്പിലൂടെ ഭംഗി അല്ലെങ്കിൽ ഒരു അഭിനയമാണ്. ഒരു കല്യാണം എന്ന് പറയുന്നത് ഒരു അഭിനയമാണ്. ഇപ്പൊ നമ്മൊരു ഫോട്ടോഗ്രാഫി ചെയ്യാൻ ഒരു കല്യാണ ചെക്കനോടും കല്യാണ പെണ്ണിനോടും നമ്മൾ പറയുന്നത് ചിരിക്കി, ഇങ്ങനെ ആകട്ടു, അങ്ങനെ നിൽക്കൂ, ഹാപ്പി ആവൂ,
ഇതൊക്കെ അഭിനയിച്ചുകൊണ്ടാണ് അവർ നമ്മളെ മുന്നിൽ ചെയ്യുന്നത്. അല്ലാണ്ട് ഒരു ചിരിക്കാൻ പറയുമ്പോൾ ചിരിക്കാൻ പോലും പറ്റാതെ ചില സിറ്റുവേഷൻ അങ്ങനെയാണ്. അപ്പൊ അതിൽ നിന്നും അത് ഒരു മേക്കപ്പാണ് കല്യാണം, മേക്കപ്പ്. അത് ചിലപ്പോൾ മാസങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ അതിൻ്റെ കാലാവധി. അത് കഴിഞ്ഞാൽ അവരിലായ ഒരു അഭിനയം പൂർണ്ണതയിൽ മാറ്റി വെച്ചിട്ട് ഒരു പച്ചയായ ജീവിതത്തിലേക്ക് പോകണമെന്ന്. അതുപോലെയല്ല ഒരു മരണം എന്ന് പറയുന്നത്. ജീവിതം കഷ്ടപ്പാടെല്ലാം തീർന്ന് ജീവിതത്തിൽ എല്ലാ ദുരന്തങ്ങളും അവസാനിപ്പിച്ചുകൊണ്ട് ജീവിക്കുന്നവനും ഒരു കല്യാണം എന്ന് പറയുന്നത് ദുരന്തത്തിനെ വലിച്ച് കൊണ്ടുവരുന്നവനുമാണ്. എന്റെ നിഗമനം അതാണെന്നാണ് എനിക്ക് തോന്നിയത്. വ്യക്തിപരമായ അനുഭവം കൊണ്ടാണോ എന്റെ അനുഭവം കൊണ്ട് പറയുന്ന കാര്യങ്ങളാണ്. കല്യാണം എന്ന് പറയുന്ന ഒരു ദുരന്ത, മരണം എന്ന് പറയുന്ന ഒരു ദുരന്തം അവസാനിപ്പിച്ചിട്ട് പോകുന്ന കാര്യങ്ങളാണ്. ഈ രണ്ട് വ്യത്യാസങ്ങളാണ്. ചേച്ചി അത് പറഞ്ഞുകൊണ്ട് ചോദിക്കാം, ഇപ്പൊ ഈ രണ്ടു മക്കളും ഇപ്പൊ ഒരാൾക്ക് വയ്യായികയും കൂടെ ഉണ്ട്, എന്നിട്ടും എന്തുകൊണ്ടാണ് ഹസ്ബൻഡ് ശരിക്കും സഹായിക്കാതെ വിട്ടുപോയത്? അതെനിക്ക് പൂർണ്ണമായിട്ട് പറയാൻ എനിക്കറിയില്ല. എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴും എനിക്ക് വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യം തന്നെയാണ്. അയാളിൽ വേറൊരു സ്ത്രീ കൂടെയാണ് ജീവിച്ചിരുന്നത്. പെട്ടെന്ന് അയാൾക്ക് എന്നെ ഇനി കൂടുതൽ എൻ്റെ എന്നെ അംഗീകരിക്കുന്ന പറയുന്നത് അയാൾ അംഗീകരിക്കില്ല എന്ന് അയാൾക്ക് നന്നായിട്ട് അറിയാം. എന്നെ ഫേസ് ചെയ്യാൻ അയാൾക്ക് പറ്റില്ല. അയാളെ കള്ളത്തരം പാടെ നമ്മ പൊക്കി പിടിച്ച് അയാളെ മുന്നിൽ കാണിച്ചിട്ടുള്ളതാണ്. അപ്പം അതുകൊണ്ട് ഒരിക്കലും ഞാൻ ഒരു ഫേസ് ചെയ്യാൻ ഒരു പേടിയാണ് അയാൾക്ക്. അതാണ് തീർത്തും അയാൾ എൻ്റെ അടുത്തേക്ക് വരാൻ മടിക്കുന്നതിൻ്റെ കാരണം. അതേ നമുക്കൊരു കുഞ്ഞൊരു ബാധ്യതയായിട്ട് തോന്നുന്നു വിചാരിച്ചിട്ടാണോ? അതാണല്ലോ അത് പോണത്. നമ്മളൊരു കുടുംബം ബാധ്യത ആണെന്ന് തോന്നുമ്പോഴാണല്ലോ ചില പുരുഷന്മാർ അന്യ സ്ത്രീകളെ തേടി പോണത്. അതിലൊരെണ്ണം എൻ്റെ ഭർത്താവും ചെയ്തു, അത്ര തന്നെ.